നമസ്കാരം. ഇന്ന് കർക്കിടകം 14 അധ്യാത്മരാമായണം അയോധ്യാകാണ്ഡത്തിൽ നിന്നും ചിത്രകൂട പ്രവേശം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. സീതയോടൊത്ത് വസിക്കുന്നതിന് ആനന്ദപ്രദമായ ഒരു സ്ഥലം ഞാൻ കണ്ടെത്തി തരാം എന്ന് വാത്മീകി മഹർഷി ശ്രീരാമദേവനോട് അരുളി ചെയ്യുന്നു. എന്നോടൊപ്പം പോരുക എന്നു പറഞ്ഞുകൊണ്ട് മുനി ശിഷ്യന്മാരോടൊത്ത് രാമദേവനെ അനുഗമിച്ചു. മഹർഷി തന്നെ ചിത്രകൂട പർവ്വതത്തിനും ഗംഗയ്ക്കുമിടയിലായി മനോഹരമായ ഒരാശ്രമം നിർമ്മിച്ചു. കിഴക്കു പടിഞ്ഞാറായും തെക്കുവടക്കായും 2 ശാലകൾ നിർമ്മിച്ച് ഇവിടെ വസിക്കുക എന്ന് മുനി അരുളി ചെയ്തു. സീതയോടും ലക്ഷ്മണനോടുമൊപ്പം ശ്രീരാമൻ ബ്രഹ്മധ്യാനലീനനായി അവിടെ വസിച്ചു. വാത്മീകിയുടെ നിത്യപൂജകൾ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ മുനിമാരാലും ദേവന്മാരാലും സേവിതനായി ഇന്ദ്രൻ വാഴുന്നത് പോലെ സീതയോടും ലക്ഷ്മണനോടും കൂടി ശ്രീരാമൻ ആനന്ദപൂർവ്വം നാളുകൾ കഴിച്ചു. അതാണ് ഈ ഭാഗത്തിലെ സാരാംശം. നമുക്ക് പാരായണം തുടങ്ങാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളിനാനന്തികെ ചേർന്നുള്ള ശിഷ്യപരിവ്രതനാമുനി ചിത്രകൂടാചലഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും അക്ഷിവിമോഹനമായ 2 ശാലയും നിർമ്മിച്ചിവിടെയിരിക്കുന്നരുൾ ചെയ്തു. മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവീടിനാൻ രാമനും വാത്മീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരം ആനന്ദമുൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ
रावणान्तक राम श्रीराम मम हृदि रमतां राम राम